ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി ടെസ്റ്റ് വർക്കായിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടി അയച്ചിരുന്നതാണ്. ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കി ഓൾറെഡി നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് പാർട്സുകൾ ഇടുന്നു. നമുക്ക് ഫുൾ പീസാക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർക്കടക്കം മൊത്തം പീസാക്കിയിട്ട് കേട്ടോ, ഫോർക്ക് ബോട്ടൊക്കെ പീസാക്കിയതിന് ശേഷം അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ സീലൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതേപോലെ ഹാൻഡിലിൻ്റെ ബെയറിംഗ് സൈഡ് നമുക്ക് കോൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണം. സസ്പെൻഷൻ്റെ ബെയറിങ്ങുകൾ, ആ നീഡിൽ ബെയറിങ് ഐറ്റംസ് ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് രണ്ടാമത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് അതൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അതേപോലെ നമുക്ക് ബാക്കിലത്തെ ടൈലറ്റിൻ്റെ ഗ്ലാസ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതായത് ഫേഡായൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഗ്ലാസ് ഓൾറെഡി അവൈലബിൾ കിട്ടിയില്ല. കാരണം വെച്ചാൽ അതല്ലെങ്കിൽ പിന്നെ പുതിയത് വയ്ക്കാമെന്ന് പറയുമ്പോഴത്തേക്കും 4 എണ്ണം അടക്കം വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1000 രൂപ അടുത്ത് നമുക്ക് വരും. എന്നാലും അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റെ ഭാഗം പക്കയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ക്ലിയറായിട്ട് പെയിൻറ്റിങ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ടാങ്കിൻ്റെ ഒരു സൈഡ് ചിളക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പറഞ്ഞ എസ്റ്റിമേറ്റിനും പുറമേക്ക് പുറത്തേക്ക് പോയി. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ചിളക്ക് റെഡിയാക്കാണ്ടായിരുന്നു. അത് റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോൾ ടാങ്ക് ലീക്ക് ഉണ്ടായിരുന്നു, അതൊന്നും സോൾവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ 1-2 കേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് അഡീഷണൽ നമ്മൾ പ്രതീക്ഷിച്ചതിന് മുകളിൽ വന്ന കംപ്ലൈൻ്റ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിൻ്റെ പ്ലേറ്റിങ് സെപ്പറേറ്റ് നമ്മൾ ചെയ്യേണ്ടി വന്നു. കാരണം ഇത് ഓൾറെഡി പ്ലേറ്റിങ് ഉള്ള മോഡലായിരുന്നു. അപ്പോൾ നമുക്ക് ബെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ബെൻഡ് കൊണ്ട് ക്ലിയർ ചെയ്ത് വെൽഡ് ചെയ്തൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മളത് കൊണ്ടിട്ട് പ്ലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കമ്പനി പ്ലേറ്റിങ്ങിൻ്റെ ക്വാളിറ്റി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും നമുക്കത് പെയിൻറ്റ് ചെയ്ത ഉറപ്പായിട്ട് നമുക്കത് കുറേ കഴിയുമ്പോൾ പൊളിഞ്ഞു പോകും. സ്റ്റീൽ പ്ലേറ്റിങ്ങുമ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വലിയ താമസിച്ചാണ്ട് അത് പൊളിഞ്ഞു പോകുന്നു. ഓൾറെഡി പെയിൻറ്റിങ്ങിന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ കൊണ്ടുപോയിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിങ്ങും ടാങ്കിൻ്റെ ലെവലിങ്ങും നമുക്ക് പ്രതീക്ഷിക്കുന്നതിൻ്റെ മുകളിൽ വന്ന എക്സ്പെൻസാണ്. അതാണ് നമുക്ക് റേറ്റിൽ വേരിയേഷൻ വന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് അസംബ്ലി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ വിൻഡ് സ്ക്രീനും ഈ ക്രോം കവറൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ്. അതുപോലെ ഡിസ്ക് ബ്രേക്കിൻ്റെ MC സബ് അസംബ്ലി ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പിസ്റ്റൺ കാലിപ്പർ അസംബ്ലിയൊക്കെ അഴിച്ച് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് അല്ലാതെ കാരണം നമ്മളത് വർക്കിംഗ് ആവാതെ ഇരുന്നിട്ട് കുറേ നാൾ ഇരുന്നുണ്ട് വണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ വർക്കിംഗ് ആക്കി. പക്ഷെ എന്നാൽ പോലും നമുക്ക് മീറ്റർ മെക്കാനിസത്തിന് ചെറിയൊരു ടൈറ്റ് പോലെ ഉണ്ട്. അത് നമ്മൾ ഓടുന്ന സമയത്ത് ഒരു ചെറിയ എരമ്പൽ പോലെ വരും. അത് ഉപയോഗിക്കാൻ കുറച്ച് ഓടിക്കാൻ റെഡി ആവേണ്ടതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ മെക്കാനിസം യൂണിറ്റ് പാടി നമുക്ക് കഴിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. ബാക്കിയിട്ട് നമ്മൾ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങൊക്കെ പക്ക ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ടാങ്ക് ബാഗ് കൊണ്ട് ഇടാൻ കേട്ടോ. പിന്നെ അതും കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. പോളിഷിങ് ഒക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നാണ്. പെയിൻറ്റിങ് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഫുൾ പോളിഷിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബില്ലും ഡീറ്റെയിൽസ് ഞാനിപ്പോൾ തന്നെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കാം, റെഡി ആയിട്ടുണ്ട്. ഓക്കെ.